കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ദൈവത്തിന് നന്ദി പറയുവാനായി ഇന്നേ ദിവസം ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ചേരുകയാണ്. ദൈവം നമ്മെ ഒത്തിരി സ്നേഹിച്ചു, കരുണ കാണിച്ചു. ഈ രാത്രിയിൽ ഒത്തിരിയേറെ നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ട്. പുതിയ പ്രത്യാശയോടെ ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിച്ചു. നന്ദിയോടെ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. ഒത്തിരി സന്തോഷത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളോടും ചേർന്ന് ഇന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വൈദികരെയും സമർപ്പിതരെയും എല്ലാ സന്യസ്തരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ കൂടുതൽ തീഷ്ണതയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവിധം അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുകയും അമ്മയിലൂടെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയ്ക്കും ഇതിൽ പങ്കെടുക്കുന്നവർക്കും നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ച് ഈ നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് അഭിഷേകം നൽകി നമ്മെ ശക്തിപ്പെടുത്തുന്നു. വചനം സ്വീകരിക്കുവാൻ നമുക്ക് അനുഗ്രഹം നൽകുന്നു. വചനത്തിൽ ആഴപ്പെടുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ ആത്മാവ് നമ്മുടെയും ജീവിതത്തിൽ നിറയാൻ, വചനത്തിൻ്റെ വലിയൊരു നിറവുണ്ടാവാൻ, അഭിഷേകം ഉണ്ടാകാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥനയോടെ തിരുവചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം തിരുവചനം. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം തിരുവചനം. തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു.
തൻ്റെ പ്രവർത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ അവൻ നിറച്ചിട്ടുണ്ട്. തൻ്റെ പ്രവർത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ വെളിച്ചം, തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ പ്രകാശവും വെളിച്ചവും എല്ലാവരിലേക്കും അവൻ ഒഴുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ പ്രവൃത്തികൾ കാണാൻ വേണ്ടിയിട്ടാണ്. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ കാണുവാനും ആ പ്രവൃത്തികൾ മനസ്സിലാക്കുവാനും ആ പ്രവൃത്തികൾക്കൊത്ത് ജീവിതത്തെ ക്രമീകരിക്കുവാനുമായി ദൈവം തൻ്റെ വെളിച്ചം, തൻ്റെ പ്രകാശം എല്ലാവരിലേക്കും ഒഴുക്കിക്കൊണ്ടിരിക്കുക. ആ വെളിച്ചത്തിൻ്റെ മക്കളായി നാം മാറണം. ദൈവകൃപ നിറഞ്ഞ മക്കളായി നാം മാറണം. ആത്മീയതയിൽ വളരുന്നവരായി നാം മാറണം. വീണ്ടും തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം തിരുവചനം. കൊളോസ്സോസ് 1:20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും തൻ്റെ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും തൻ്റെ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിലൂടെ പിതാവുമായിട്ട് അനുരഞ്ജനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അതിനെക്കുറിച്ചാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. കുരിശിൽ ചിന്തിയ തിരുരക്തം വഴി നാം പിതാവിനോട് അനുരഞ്ജപ്പെടുക. പുത്രൻ ചിന്തിയ തിരുരക്തം, പുത്രൻ്റെ ജീവൻ, പുത്രൻ നൽകിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് പിതാവുമായിട്ടുള്ള ഐക്യത്തിന് കാരണമായി തീർന്നത്. കാരണം പിതാവ് നമ്മെ സ്നേഹിച്ചു, അതുപോലെ തന്നെ പുത്രനും നമ്മെ സ്നേഹിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മിലെ അന്ധകാരം മാറ്റപ്പെടുകയാണ്. പുത്രനായ യേശു നമ്മുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവൻ വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മിൽ നിറയുമ്പോൾ നമ്മളെ അന്ധകാരം മാറിപ്പോവും, ഈ ലോകത്തിൻ്റെതായ തിന്മകൾ മാറിപ്പോവും. ദൈവസ്നേഹത്തിൽ നമ്മൾ നിറയും, ദൈവസ്നേഹാഗ്നി നമ്മിൽ ജ്വലിക്കും. ആ വെളിച്ചത്തിൽ നാം പ്രകാശിക്കും, മറ്റുള്ളവർക്ക് പ്രകാശിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് തിരുവചനം പഠിപ്പിച്ച് തൻ്റെ പ്രവൃത്തികളുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു എന്ന്. അപ്പോൾ പ്രവൃത്തികളുടെ മഹത്വം കാണുവാൻ ദൈവം തൻ്റെ വെളിച്ചവും തൻ്റെ പ്രകാശവും നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ നിറച്ചിട്ടുണ്ട്. ഈ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നാം വളർച്ചയുള്ളവരായിത്തീരണം. ദൈവത്തിൻ്റെ വെളിച്ചം എന്നിലുണ്ട് എങ്കിൽ ആ വെളിച്ചത്തിൽ ഞാൻ നടക്കുമ്പോൾ ആ വെളിച്ചത്തിലേക്ക് മറ്റുള്ളവരെയും എനിക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും. എന്നോട് അടുക്കുന്നവർക്ക് ഈ വെളിച്ചമാണ് ഞാൻ പകരേണ്ടത്. അപ്പോൾ എൻ്റെ ബലഹീനതകളോ എൻ്റെ തിന്മകളോ എന്നിലെ കുറവുകളോ അല്ല, മറിച്ച് കർത്താവ് നൽകിയ ഈ ഒരു വെളിച്ചം, കർത്താവ് നൽകിയ ഈ ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വഴിവിളക്കുകളായി തീരണം. അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് ഒരു വഴിവിളക്കായി മാറുവാൻ ആ ഒരു വിളി ഓരോ ക്രൈസ്തവനും കർത്താവ് നൽകിയിരിക്കുകയാണ്. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഉപകരണങ്ങളായി, വഴിവിളക്കുകളായി നാം മാറണം. അന്ധകാരത്തെ ഉന്മൂലനം ചെയ്യുന്ന ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും അത് അന്ധകാരത്തിന് വഴി തുറന്നു കൊടുക്കില്ല. കാരണം പ്രകാശമുള്ളിടത്ത് അന്ധകാരത്തിന് സ്വാധീനമില്ല. അപ്പോൾ യേശു ഉള്ളിടത്ത് ഒരു തിന്മയ്ക്കും സ്വാധീനമില്ല. ഈ ഒരു സത്യത്തെ നാം മനസ്സിലാക്കി സ്നേഹത്തിൽ വളരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും തിരുവചനത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 19-ാം തിരുവചനം. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുൻപിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുൻപിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്.
അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവർത്തികൾ അവിടുത്തെ മുൻപിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവൻ്റെ പ്രവൃത്തികളെല്ലാം സൂര്യനെ പോലെ വ്യക്തമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുക. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാർഗങ്ങളിലെല്ലാം ദൃഷ്ടി പതിച്ച് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എല്ലാ തിന്മകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനായി വെളിച്ചം നമുക്ക് നൽകി നമ്മെ നയിക്കുന്നവനാണവൻ. നമുക്കറിയാം, അന്ധകാരത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പക്ഷേ കൂരിരുട്ടായിരിക്കുന്ന ഒരു മനുഷ്യന് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാലും അത് വലിയൊരു പ്രകാശമാണ്. ഇതൊരു മെഴുകുതിരി അല്ലേ ഉള്ളൂ, വലിയ ലൈറ്റൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിലല്ല, മറിച്ച് എനിക്ക് ഒട്ടും കണ്ണു കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, കൂരിരുട്ടിൽ ഒരു മെഴുകുതിരി നൽകുന്ന വെളിച്ചമെന്ന് പറയുന്നത് ഏറ്റവും വലിയ വെളിച്ചമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് എന്നിലുള്ള ചെറിയ നന്മകളാണല്ലോ, ചെറിയ കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് എന്താവാനാണ് എന്ന് ചിന്തിക്കരുത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നന്മകൾ എൻ്റെ ജീവിതത്തെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നതാണ്, എൻ്റെ ജീവിതത്തിൽ വലിയ കൃപകൾ നൽകുന്നതാണ്, അതുവഴി മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്നതാണ്, അനുഗ്രഹം നൽകുന്നതാണ്, ഐശ്വര്യം നൽകുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും കർത്താവിൻ്റെ വെളിച്ചം സ്വീകരിച്ചവരുടെ പ്രവൃത്തികളായി മാറണം. കുടുംബത്തിലൊക്കെ ആയിരിക്കുമ്പോൾ, സമൂഹങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഓരോ സംസാര രീതിയും അതിന് ഉതകുന്നതായി തീരുവാനായിട്ട് മാറ്റുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ വ്യക്തിബന്ധത്തിലൂടെ യേശുവിൻ്റെ വെളിച്ചം നമ്മളിലുണ്ട് എന്ന് പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് തൻ്റെ വെളിച്ചം നമ്മിലേക്ക് ഒഴുക്കുന്നത്, കർത്താവ് തൻ്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുക്കുന്നത്, കർത്താവ് തൻ്റെ സന്തോഷം നമുക്ക് നൽകുന്നത്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലായിരിക്കാം, വചനം സ്വീകരിക്കാം, വചനത്തെ ധ്യാനിക്കാം. വചനം നമുക്ക് ശക്തിയും വെളിച്ചവും കൃപയുമായി തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും ആ വെളിച്ചം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നിറയുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ജീവിത മേഖലകളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവൻ വെളിച്ചമായി നമ്മിലുണ്ട് എന്ന ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൻ്റെ താഴ്വരയിൽ കൂടെ നമ്മൾ നീങ്ങുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വെളിച്ചം എന്നെ നയിക്കും എന്ന ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം ഓർത്ത് സമർപ്പിക്കാം. കുടുംബത്തിൻ്റെതായ ആവശ്യങ്ങളെ ഓർക്കാം. കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കാം. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, അതുപോലെ തന്നെ നമ്മുടെ അയൽവക്ക ബന്ധങ്ങൾ എല്ലാം കർത്താവിൻ്റെ വെളിച്ചത്തിൽ മുൻപോട്ട് നീങ്ങുവാനായി പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രത്യേക നിയോഗം എല്ലാ വൈദികർ, സമർപ്പിതർ, സന്യസ്തർ അവരുടെ എല്ലാം ജീവിതങ്ങളിൽ കർത്താവെ വലിയൊരു അഭിഷേകം, ഒരു പുതു ചൈതന്യം നൽകി അവരെ മുൻപോട്ട് നയിക്കണമേ. അവരുടെ ശുശ്രൂഷ മേഖലകളെ അനുഗ്രഹിക്കണേ. അവരുടെ രോഗപീഠകൾ, ബുദ്ധിമുട്ടുകളിലെല്ലാം സൗഖ്യമായി, സന്തോഷമായി, കൃപയായി, അനുഗ്രഹമായി,
അങ്ങ് ശക്തിപ്പെടുത്തി സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ടാവാം, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരുണ്ടാവാം. അവരെയും നമുക്ക് ഓർക്കാം. അവരെല്ലാം അനുഗ്രഹിക്കുവാനായിട്ട് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ശുശ്രൂഷകളെ ഓർക്കാം. അതുപോലെ തന്നെ ഗുഡ്നസ് ചാനലിനെ സമർപ്പിക്കാം. ചാനലിൻ്റെ എല്ലാ ശുശ്രൂഷാ മേഖലകളും അനുഗ്രഹമാകുവാനും ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും അനുഗ്രഹിക്കണമേ എന്നും പ്രാർത്ഥിക്കാം. മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരോടും ചേർന്ന് ഒന്നായി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. കർത്താവേ, അവരോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് സമർപ്പിക്കുന്നു. സാധിക്കുന്നത്രയും സമയം ഇന്ന് ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കുമായിരിക്കാം. ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ടൊരു തീരുമാനമെടുക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം. സകല വിശുദ്ധരുടെയും മധ്യസ്ഥം യാചിക്കാം. നമ്മുടെ പേരിൻ്റെ കാരണഭൂതർ ആയി വിശുദ്ധരുണ്ട്. ആ വിശുദ്ധരോട് ചേർന്ന് അവരുടെ സഹായം മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഇടവകയുടെ വിശുദ്ധരെ ഓർക്കാം. അവരുടെ മധ്യസ്ഥ സഹായം യാചിക്കാം. കാവൽമാലാകമാരോട് മധ്യസ്ഥവും യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാ തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം
സ്നേഹം അറിയുമ്പോൾ അറിയുന്നു നാഥ. എല്ലാം ഉപേക്ഷിക്കുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഒന്നു മാത്രം അനശ്വരമായി ദൈവസ്നേഹമെന്നും ആർക്കും അനുഭവമായി. നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. അങ്ങേ സ്നേഹത്തിൻ ആഴം തേടുകിൽ എന്തോരത്ഭുതം. അങ്ങേ സ്നേഹത്തിൻ ആഴം തേടുകി എന്തോരത്ഭുതം. ക്രൂശുയാഗം മനതാരിൽ പകരുന്നു ജ്ഞാനം. അങ്ങേഹിതം പുൽകുന്നു ഞങ്ങൾ, അങ്ങേഹിതം പുൽകുന്നു. ദൈവസ്നേഹമെന്നുമെന്നും അനുഗ്രഹമായി സ്വർഗപാദമന്നിനായി തുറന്നതിനാൽ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ. അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാം. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം. സാധിക്കുന്നവരെല്ലാം ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. തിരുസഭയോട് ചേർന്ന് നമ്മൾ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്നു. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദിക ഗണങ്ങളോടും സന്യാസ സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.